ഹായ് ഫ്രണ്ട്സ്, കേരള PSCക്ക് ഭരണഘടനയിൽ നിന്ന് മാർക്ക് ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് മനസ്സിരുത്തിയാൽ നടക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഒരു 17 മണിക്കൂർ മര്യാദയ്ക്കൊന്നിരുന്ന് പഠിച്ചാൽ ഭരണഘടനയിൽ നിന്നുള്ള മാർക്ക് നമുക്ക് മുഴുവൻ ഉറപ്പിക്കാം. അത്രയും ചെറിയൊരു സിലബസ് ആണ്. പക്ഷെ ഒരുപാട് ദിനങ്ങൾ, ഒരുപാട് ആർട്ടിക്കിൾ, അങ്ങനെ പലതും വരുന്നുണ്ട്. പക്ഷെ അതിനെയൊക്കെ കണക്ട് ചെയ്ത് പഠിപ്പിക്കുന്ന രീതിയാണ് നമ്മൾ ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഭരണഘടനയിൽ നിന്ന് 2020 മുതൽ 2025 വരെ ചോദിച്ച 500-ലധികം മുൻകാല ചോദ്യങ്ങൾ, 2020 ഇതുവരെ ചോദിച്ച 500-ലധികം മുൻകാല ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് ഫാക്ട്സിലൂടെ ഭരണഘടന മുഴുവൻ പഠിച്ചെടുക്കുക. ഭരണഘടനയുടെ ക്ലാസ് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള എന്ത് കിട്ടും? ഡീറ്റെയിൽഡ് നോട്ട് കിട്ടും. മാത്രമല്ല ഇതിൽ നിന്നുള്ള ഈ 500 PYQ, ഇപ്പം 23ാമത്തെ ചോദ്യമാണ് ഇന്നത്തോടുകൂടി നമ്മൾ കഴിയും. 23 ചോദ്യങ്ങൾ കഴിയും. അത്രയും ചോദ്യങ്ങളും കൂടുതൽ ചോദ്യങ്ങൾ പിന്നീട് വരും. ഒരു 3000 ചോദ്യങ്ങൾ, 500 PYQവും 2500 പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളും വെച്ചൊരു വലിയ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് അതൊന്ന് എക്സാമുകളും ചെയ്യാം. 20 ചോദ്യങ്ങൾ വെച്ചിട്ടാണ് പ്രത്യക്ഷപ്പെടുക. 10 മാർക്കായിരിക്കും നിങ്ങളുടെ മാർക്ക്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു പെർഫോമൻസ് ഇവാലുവേഷനും കിട്ടും. അപ്പം നിങ്ങൾക്ക് ഒഴിവുള്ളപ്പോഴൊക്കെ അത് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് നോട്ടും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിലെ ലിങ്കും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, ക്വിസിൻ്റെ ചെയ്യാനുള്ള ലിങ്കും ലഭിക്കുന്നതിന് വേണ്ടി ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. വീഡിയോ പ്രസിദ്ധീകരിക്കുന്ന അന്ന് നമ്മൾ അതിലെ നോട്ടും അതുപോലെ തന്നെ ക്വിസും അതവിടെ പ്രസിദ്ധീകരിക്കും. ഇത് 4ാമത്തെ ഭാഗമാണ്. കഴിഞ്ഞ 3 ഭാഗങ്ങൾ പിന്നെ വീഡിയോ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അതിനൊക്കെയുള്ള വഴി നേരെ ടെലിഗ്രാമിൽ വന്നാൽ അതുപോലെ തന്നെ ഇതിൻ്റെ നോട്ടിലൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ പ്ലേ സ്റ്റോറിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ ഇത് കിടക്കുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് രഘുനന്ദനൻ വി. വിൻഡോസ് 2ൻ്റെ ഈ പുതിയ ക്ലാസ്സിലേക്ക്, ഭരണഘടനയുടെ 4ാം ഭാഗത്തേക്ക് സ്വാഗതം. ക്ലാസ് 4ലേക്ക് സ്വാഗതം. ഭാഗം 4 അല്ല, ക്ലാസ് 4ലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ആ ബെല്ലൈക്കണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഇപ്പം ഭരണഘടനയുടെ സവിശേഷതകളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. PSC ഇടയ്ക്ക് ചോദിക്കുന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ എന്തെല്ലാമാണ് എന്നുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ എന്ന് പറയുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടേതാണ്. നമ്മുടെ ഭരണഘടന കടമെടുത്ത ഭരണഘടനയാണ്. ഇപ്പൊ ഭരണഘടന കടമെടുത്ത കാര്യങ്ങളെക്കുറിച്ചാണ് അടുത്ത ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. നമ്മുടെ ഭരണഘടന ലോകത്തെ ഏറ്റവും വലിയ ഭരണഘടനയാണ്. നമ്മുടെ ഭരണഘടന ബോറോവ്ഡ് കൺസ്റ്റിറ്റ്യൂഷനാണ്, കടമെടുത്ത ഭരണഘടനയാണ്. പല രാജ്യങ്ങളിൽ നിന്നും കടമെടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കടമെടുത്തിട്ടുള്ളത് നമ്മൾ ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യക്ക് വേണ്ടി പാസാക്കിയ ഏറ്റവും ദൈർഘ്യമേറിയ ആക്ട്. പക്ഷേ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഏറ്റവും വലിയ ആക്ട് കമ്പനീസ് ആക്ടാണ്. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഏറ്റവും വലിയ ആക്ട് ഏതാണ്? കമ്പനീസ് ആക്ടാണ്. എന്നാൽ ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യക്ക് വേണ്ടി പാസാക്കിയ ഏറ്റവും വലിയ ആക്ട് എന്ന് പറയുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടാണ്. ആ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നിർദ്ദേശക തത്വങ്ങൾ, ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്നുള്ള പേരിൽ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ കടന്നിരുന്ന ഭാഗമാണ് നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ട്, നമ്മുടെ ഭരണഘടനയിലേക്ക് പോന്നിട്ടുണ്ട്. അങ്ങനെ പല ഭാഗങ്ങളും പോന്നിട്ടുണ്ട്. എന്നാൽ ഇത് മാത്രമല്ല, ഒട്ടനവധി വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് ഭരണഘടന നമ്മൾ കടമെടുത്തിട്ടുണ്ട്. അമേരിക്കയിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട്. മൗലിക സ്വാതന്ത്ര്യം, 6 മൗലിക സ്വാതന്ത്ര്യങ്ങളുണ്ട്, അത് അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. നിർദ്ദേശക തത്വങ്ങൾ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനോട് മാത്രമല്ല കടപ്പെട്ടിരിക്കുന്നത്, അയർലൻഡിനോട് കടപ്പെട്ടിട്ടുണ്ട്. മൗലിക കർത്തവ്യങ്ങൾ നമ്മൾ സോവിയറ്റ് റഷ്യയോടാണ് അവിടെ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇന്ത്യയുടെ ഭരണഘടന ലോകത്തെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ്, എഴുതപ്പെട്ട ഭരണഘടന. അപ്പൊ എഴുതപ്പെടാത്ത ഭരണഘടന ഉണ്ട്, എഴുതപ്പെടാത്ത ഭരണഘടനയുണ്ട്. ബ്രിട്ടൻ അതിന് ഉദാഹരണമാണ്. ലോകത്തിലെ എഴുതപ്പെടാത്ത ഭരണഘടനയ്ക്ക് ഒരു ഉദാഹരണമാണ് അവിടെ കീഴ്വഴക്കങ്ങളാണ്, മുൻകാല കീഴ്വഴക്കങ്ങളാണ് അവിടെ നിയമങ്ങളായിട്ട് മാറുന്നത്. ബ്രിട്ടനിൽ എഴുതപ്പെട്ട ഭരണഘടന ഇല്ല. എന്നാൽ അമേരിക്കയിൽ എഴുതപ്പെട്ട ഭരണഘടനയുണ്ട്, ഒരൊറ്റ പേജാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടന എന്ന് പറയുന്നത് അമേരിക്കയുടെ ഭരണഘടനയാണ്, ഒരൊറ്റ പേജ് മാത്രം വരുന്ന ഭരണഘടനയാണ്. അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ വലുതായ ഭരണഘടനയും ആരുടേതാണ്? ഇന്ത്യയുടേതാണ്. അത് ഉറപ്പിച്ചല്ലോ. ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര അനുച്ഛേദങ്ങളുണ്ട്? 395 അനുച്ഛേദങ്ങളുണ്ട്.
ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര പട്ടികകളുണ്ട്? 8 പട്ടികകളുണ്ട്. എത്ര ഭാഗങ്ങളുണ്ട്? 22 ഭാഗങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ എത്ര ഉണ്ട്? ഇത് രണ്ടും ഓർത്തിരിക്കണം. നിലവിലുള്ളത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തും കൊണ്ടിരിക്കണം. കാരണം ഒരു ഭരണഘടനാ ഭേദഗതി വന്ന ആർട്ടിക്കിൾ കൂടും, മറ്റു കാര്യങ്ങൾ കൂടും. ഒരു നിയമം മൂലം ഒരു ഭരണഘടനാ ഭേദഗതി വന്നാൽ അപ്പോഴൊക്കെ ആർട്ടിക്കിളിൻ്റെ എണ്ണം കൂടും. ഭരണഘടനാ ഭേദഗതികളുടെ എണ്ണം ഇപ്പോൾ 106 അതൊക്കെ മാറിക്കൊണ്ടിരിക്കും. അത് പക്ഷെ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ഇപ്പോഴുള്ള അപ്ഡേഷൻ ഞാൻ പറയാം. ഇപ്പോഴത്തെ അപ്ഡേഷൻ എന്ന് പറയുന്നത് 448 ആർട്ടിക്കിളാണ് നിലവിൽ ഇന്ത്യയുടെ ഭരണഘടനയിലുള്ളത്. നിലവിൽ വരുമ്പോൾ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 395. നിലവിൽ വരുമ്പോൾ എത്രയാണ്? 395 എണ്ണമാണ് നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഉള്ളത് 448 ആണ്. 448 ഓർത്തിരിക്കാൻ നമുക്ക് വളരെ എളുപ്പമുള്ളതാണ്. എങ്ങനെയാ 448 ഓർത്തിരിക്കുക? 448 ഓർത്തിരിക്കാൻ 4 4 8 വളരെ സിമ്പിളായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. 4 4 8. നമ്മൾ ഭരണഘടന പഠിക്കുമ്പോൾ നമുക്കറിയാം ഭരണഘടനയുടെ ഭാഗം 1 ആമുഖമാണ്. ഭരണഘടനയുടെ 3-ാം ഭാഗം മൗലികാവകാശങ്ങളാണ്. ഭരണഘടനയുടെ 4-ാം ഭാഗം എന്താണ്? നിർദ്ദേശക തത്വങ്ങളാണ്. 4A മൗലിക കർത്തവ്യങ്ങളാണ്. ആ 4 ഓർത്തു വെച്ചാൽ മതി. പ്രധാനമായും ഓർത്തു വെക്കേണ്ട 4 ഭാഗങ്ങൾ: ആമുഖം, മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ. അങ്ങനെ 4 നമ്മൾ നിർബന്ധമായി ഓർത്തിരിക്കണം. PSC പരീക്ഷയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. ഭാഗം 1 ആമുഖം. ഭാഗം 3 മൗലികാവകാശങ്ങളാണ്. ഭാഗം 4 എന്താണ്? നിർദ്ദേശക തത്വങ്ങളാണ്. 4A മൗലിക കർത്തവ്യങ്ങളാണ്. ആ 4 ഓർത്തു വെച്ചാൽ ആ 4മായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ 448 നിലവിൽ. പക്ഷെ 395 എങ്ങനെ ഓർത്തിരിക്കും? 395 എന്ന് പറഞ്ഞാൽ ഓർക്കുക, 400-നടുത്തായിരുന്നു ഭരണഘടന വരുമ്പോൾ. 400 ഇല്ല, അതിനൊരു 5 കുറച്ചാൽ 395. സോ 395 ആയിരുന്നു ഭരണഘടന നിലവിൽ വരുമ്പോൾ. ഇപ്പോൾ 448 ആർട്ടിക്കിളാണ്. ഭരണഘടന നിലവിൽ വരുമ്പോൾ 22 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോ 25 ആയിട്ടേ ഉള്ളൂ. ഇപ്പൊ 25 ഭാഗമായി. നിലവിൽ വരുമ്പോൾ 22 എണ്ണം ഉണ്ട്. ഇപ്പൊ എത്ര എണ്ണായി? 25 ആയി. ആദ്യം 8 പട്ടികകൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ 12 ആയി. അപ്പൊ 4ന്റെ കളി ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം. 448 8 12 കണ്ടോ? 448. നീ 8നോട് 4 കൂട്ടിയാൽ 12. അതെന്താ? ആദ്യം 8 പട്ടിക, ഇപ്പോ 4 എണ്ണം കൂടി 12 പട്ടിക. ഇനി 448 തൊട്ടടുത്താണ് 400. ആ 400 5 കുറഞ്ഞ 395. എത്ര അമെൻമെന്റുകൾ ഉണ്ട്? 106 അമെൻമെന്റുകൾ ഉണ്ട്. നോക്കുമ്പോൾ ഭരണഘടനയിലെ എത്ര ആർട്ടിക്കിൾ ഉണ്ട്, എത്ര അമെൻമെന്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു വരുന്ന ഭാഗം ഓർക്കാൻ നമുക്ക് കുറച്ച് നമ്പേഴ്സിനെ ഓർത്തു വെച്ചാൽ മതി. ആ നമ്പേഴ്സ് കിടക്കുന്നുണ്ട്. ഏതൊക്കെയാണത്? 1 4 വരുന്നുണ്ട് അല്ലേ? 1 3 വരുന്നുണ്ട്, 4 വരുന്നുണ്ട്, 1 2 വരുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. 1 2 3 4 5 വരുന്നുണ്ട്. പിന്നെ 6 8 9 വരുന്നുണ്ട്. എന്നാൽ 6 വരുന്നില്ല എന്നോർക്കുക. 7 എവിടെയും വരുന്നില്ല. നിങ്ങൾ 7 വരുന്ന ഒന്ന് ഭരണഘടനയുടെ പട്ടികയോ ഭരണഘടനയുടെ ആർട്ടിക്കിളിന്റെ എണ്ണമോ ഭരണഘടനയുടെ ഭാഗത്തിന്റെ എണ്ണമോ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റണം. എക്സ്ക്ലൂഷൻ ഒഴിവാക്കുക. 7 വരുന്നേ ഇല്ല. ഏതൊക്കെയാ വരുന്നത്? 1 2 വരുന്നുണ്ട്. 1 2 എവിടെയാ? 12 ഷെഡ്യൂൾ. പട്ടികയുടെ എണ്ണം 1 2 12 ഷെഡ്യൂൾ. ഇനി അതുപോലെ തന്നെ അടുത്തത് 3 വരുന്നുണ്ട്. 3 വരുന്നത് എങ്ങനെയാ? 3 4 വരുന്നുണ്ട്. ആ 3 4 എന്താണ്? 300 400 വെച്ച് മനസ്സിലാക്കണം. ഏതാ 300 400 എന്ന് പറഞ്ഞാൽ? 300 എന്ന് പറഞ്ഞാൽ 400ന്റെ അടുത്ത്. 400ന്റെ അടുത്ത് 5 കുറഞ്ഞ 395 ആർട്ടിക്കിൾ ആയിരുന്നു ഭരണഘടന നിലവിൽ വരുമ്പോണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് 448 എണ്ണമുണ്ട്. ഇന്ന് 448 എണ്ണം. ഇനി ആ 8ലുണ്ട്. 8 ഷെഡ്യൂളാണ്, പട്ടികയാണ് ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്. ഇപ്പൊ 4 എണ്ണം കൂട്ടി എത്ര ഉണ്ട്? 12 ആണ്.
ഇനി 1, 2, 3, 4, 5, 6, 8, 9 വരുന്നുണ്ട്. അപ്പൊ 10 വരണ്ടേ? 10 വരുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ 6 വരുന്നുണ്ട്. 106 അമെൻമെന്റ് ആണ് ഇതുവരെ നടന്നിട്ടുള്ളത്. എന്നാൽ ഈ 12 എന്താ? അത് നിലവിലെ പട്ടികകളുടെ എണ്ണം. അങ്ങനെ പരസ്പരം കണക്ട് ചെയ്ത് നിങ്ങളൊന്ന് കടലാസിൽ നിങ്ങളുടെ സ്വന്തമായിട്ടൊന്ന് എഴുതി വെച്ച് നോക്കൂ. ഇത് മറന്നു പോവില്ല. ഓക്കെ, ഇതിനു മുമ്പ് നമ്മൾ എന്താ പഠിച്ചത്? ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് എങ്ങനത്തെ ഭരണഘടനയാണ്? ലിഖിത ഭരണഘടനയാണ്. ലോകത്തെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഏതാണ്? വലിയത് ഇന്ത്യയുടേതാണ്. ചെറുത് അമേരിക്കയുടേതാണ്. എത്ര പേജ് ഉണ്ട്? ഒരൊറ്റ പേജ് അല്ലേ? അമേരിക്കയുടെ ഭരണഘടനയാണ് ഏറ്റവും ചെറുത്. ഇപ്പൊ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ധാരണയായി. ഇനി നമുക്ക് കൂടുതൽ അല്ലേ ഇനി എന്താണ് നമ്മുടെ ഭരണഘടനയുടെ മറ്റു പ്രത്യേകതകൾ എന്തെല്ലാമാണ്? നമ്മുടെ ഭരണഘടനയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ഭാഗികമായി അയവുള്ളതും ഭാഗികമായി ദൃഢവുമാണ്. ഭാഗികമായി അയവുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനയുടെ ചില ഭാഗങ്ങൾ മാത്രം വളരെ എളുപ്പത്തിൽ ഭേദഗതി നടത്താൻ പറ്റും. ഭരണഘടനാ ഭേദഗതി എങ്ങനെ നടത്തണം എന്നുള്ളത് ഭേദഗതിയുടെ ഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കും. ഇപ്പൊ പറയുന്നില്ല. ഭരണഘടനയെ ഭേദഗതി ചെയ്യാം, എന്നാൽ ചില ഭാഗങ്ങൾ എളുപ്പത്തിൽ ഭേദഗതി ചെയ്യാവുന്നവയാണ്. ചില മറ്റു ഭാഗങ്ങളാകട്ടെ കർശന നടപടിക്രമങ്ങൾ ആവശ്യമുള്ളതാണ്. ചിലത് പാർലമെന്റ് പാസ്സാക്കിയാൽ മതി, 2 സഭകളും. ചിലത് സംസ്ഥാനത്തിന്റെ അംഗീകാരം കൂടി കിട്ടേണ്ടതുണ്ട്. അങ്ങനെ പലതരത്തിൽ സങ്കീർണതകളുണ്ട്. പക്ഷെ അത് പഠിച്ചിരിക്കണം. ഇപ്പൊ നമ്മുടെ ഭരണഘടന ഭാഗികമായി അയവുള്ളതാണ്, ഭാഗികമായി ദൃഢമാണ്. ചില ഭാഗങ്ങൾ എളുപ്പത്തിൽ ഭേദഗതി ചെയ്യാം, ചില ഭാഗങ്ങൾ കർശന നടപടിക്രമങ്ങൾ ആവശ്യമുള്ളവയാണ് ഭേദഗതി ചെയ്യാൻ. ഇപ്പൊ ഭരണഘടനയുടെ മറ്റൊരു പ്രത്യേകത, നമ്മുടെ ഭരണഘടനയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ഭാഗികമായി അയവുള്ളതും എന്നാൽ ഭാഗികമായി ദൃഢമായതുമാണ്. ഒരു മിനിറ്റ്. ഭാഗികമായി അയവുള്ളതും ഭാഗികമായി ദൃഢമായതുമാണ് നമ്മുടെ ഭരണഘടന. എന്താണ് ഭരണഘടനയെ ഇങ്ങനെ ഭാഗികം ദൃഢം എന്ന് പറയാനുള്ള കാരണം? അത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഭാഗികം ദൃഢം എന്ന് പറയുന്നത് അത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഭാഗികം ദൃഢം എന്ന് പറയുന്നത് അതിലെ ഭേദഗതിയുമായി ബന്ധപ്പെട്ടതാണ്. എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഭേദഗതിയുമായി ബന്ധപ്പെട്ടതാണ്. ഭരണഘടനയിലെ ചില ഭാഗങ്ങൾ എളുപ്പത്തിൽ, അതായത് താരതമ്യേന എളുപ്പത്തിൽ നമുക്ക് ഭേദഗതി ചെയ്യാൻ പറ്റും. എന്നാൽ ഭരണഘടനയുടെ ചില ഭാഗങ്ങൾ നമുക്ക് എന്താണ്? കർശനമായ നടപടിക്രമങ്ങളുണ്ട്. ഓർത്തിരിക്കണം, കർശനമായ നടപടിക്രമമുണ്ട് ഭരണഘടന ഭേദഗതി ചെയ്യാൻ. ഇപ്പൊ ഭരണഘടനയുടെ മറ്റൊരു പ്രത്യേകത നമുക്ക് മനസ്സിലായി. നമ്മുടെ ഭരണഘടന ലിഖിത ഭരണഘടന മാത്രമല്ല, നമ്മുടെ ഭരണഘടന എങ്ങനെയാണ്? നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് ഭാഗികമായി ദൃഢവും ഭാഗികമായി കർശനവുമായ, അല്ലേ, ഭാഗികമായി അയവുള്ളതും ഭാഗികവുമായി ദൃഢവുമായ ഭരണഘടനയാണ്. 6 മൗലികാവകാശങ്ങളുണ്ട് ഭരണഘടനയിൽ. ഭരണഘടന നിലവിൽ വരുമ്പോൾ 7 മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു. മൗലികാവകാശങ്ങളെ കുറിച്ച് വ്യക്തമായി പഠിക്കുന്നതിൽ നമ്മൾ പഠിക്കും. ആ 7 മൗലികാവകാശങ്ങളിൽ നിലവിൽ 6 മൗലികാവകാശമേ ഉള്ളൂ. അതിൽ സ്വത്തവകാശം മൗലികാവകാശമായിരുന്നു. പക്ഷേ സ്വത്തവകാശം നിലവിൽ മൗലികാവകാശമല്ല, നിയമാവകാശമാണ്. ആർട്ടിക്കിളൊക്കെ പഠിക്കാനുണ്ട്. ഭരണഘടനാ ഭേദഗതി പറയുമ്പോഴും മൗലികാവകാശങ്ങൾ പറയുമ്പോഴും നമുക്ക് അതിന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നമ്മുടെ ഭരണഘടനയിൽ നിലവിൽ എത്ര മൗലികാവകാശങ്ങളുണ്ട്? 6. ആദ്യം എത്ര ഉണ്ടായിരുന്നു? 7. ആരാണ് പോയത്? സ്വത്തവകാശം. സ്വത്തവകാശം നിലവിൽ മൗലികാവകാശമാണോ? അല്ല. സ്വത്തവകാശം എന്തവകാശമാണ്? സ്വത്തവകാശം എന്ന് പറയുന്നത് അത് നിയമാവകാശമാണ്. എന്താണ് ഈ മൗലികാവകാശങ്ങൾ? മനുഷ്യന്റെ അന്തസ്സും മനുഷ്യന്റെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതാർക്കെങ്കിലും ഇന്ത്യയിൽ നിഷേധിക്കാൻ പറ്റുമോ? നിഷേധിക്കാൻ പറ്റില്ല. അടിയന്തരാവസ്ഥ കാലത്ത് ചില മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടും. എങ്കിൽ പോലും ചില മൗലികാവകാശങ്ങൾ അവിടെയും നിഷേധിക്കാൻ പറ്റില്ല. മാത്രമല്ല മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് ഭാഗം 3-ൽ ആ മൗലികാവകാശങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ജസ്റ്റിഫയബിൾ ആണ്,
നീതിവാദാർഹമാണ്, ന്യായവാദാർഹമാണ്. അതായത് നമ്മൾക്ക് അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അത് അനുവദിച്ച് കിട്ടുന്നതിന് വേണ്ടി സുപ്രീം കോടതിയെ സമീപിക്കാം. അതുകൊണ്ട് തന്നെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. ആ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. 5 റിട്ടുകളാണ് ഉള്ളത്. സുപ്രീം കോടതിയെ ഭരണഘടനയുടെ മൗലികാവകാശങ്ങൾ നമ്മുടെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിയെ നമ്മൾ സമീപിക്കുമ്പോൾ സുപ്രീം കോടതിക്ക് മൗലികാവകാശങ്ങൾ നമുക്ക് സംരക്ഷിച്ചുകൊണ്ട് ഉത്തരവിറക്കാൻ പറ്റാവുന്നത് ആർട്ടിക്കിൾ 32 അതൊരു മൗലികാവകാശമാണ്. ആർട്ടിക്കിൾ 32 പറയുന്നത് ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം എന്നാണ്. അതാണ് 6ാമത്തെ മൗലികാവകാശം. ബാക്കി 5 അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ അത് സ്റ്റേറ്റ് നിഷേധിച്ചാലോ, സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് നിഷേധിച്ചാലോ, മറ്റു വ്യക്തികൾ നിഷേധിച്ചാലോ നമുക്ക് നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാം. അവിടെ സുപ്രീം കോടതിക്ക് അത് തള്ളാൻ പറ്റില്ല. സുപ്രീം കോടതി ആ കേസ് എടുക്കണം. അത് 5 അവകാശങ്ങളുണ്ട്. പ്രധാനമായും സ്വാതന്ത്ര്യം, സമത്വം, ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം എന്നൊക്കെ പറഞ്ഞ 5 അവകാശങ്ങളുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ വകുപ്പൊക്കെ പഠിക്കണം, അവിടെ വെച്ച് പഠിക്കാം. ആ മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അവിടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകനായി സുപ്രീം കോടതിയെ കൊണ്ടുവരുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത്. ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. അങ്ങനെ അതുപയോഗിച്ചാണ് സുപ്രീം കോടതി മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. അപ്പൊ റിട്ടുകൾ എന്താണ്? മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ്. പൊതുവായി പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. റിട്ടുകളുടെ ക്ലാസ്സിൽ അത് വിശദമായി പറയും. ഓക്കെ, 6 മൗലികാവകാശമുണ്ട്. ഭരണഘടന നിലവിൽ വരുമ്പോൾ 7 മൗലികാവകാശം ഉണ്ടായിരുന്നു. അതിൽ നിന്നിപ്പോൾ സ്വത്തവകാശം പോയി. സ്വത്തവകാശം ഇപ്പോൾ നിയമാവകാശമാണ്, ഓർത്തിരിക്കണം. അപ്പോൾ സ്വത്തവകാശം എന്ന് പറയുന്നത് നിലവിൽ നിയമാവകാശമാണ്. ഇപ്പം ഭരണഘടനയുടെ മൗലികാവകാശങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇപ്പം നമ്മൾ ബേസിക് ആയിട്ടൊന്നും അറിയാം, ബാക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. വകുപ്പുകൾ എന്താണെന്നൊക്കെ പഠിക്കണം. മൗലികാവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ ഭരണഘടനയുടെ ഭാഗം 3-ലാണ്. മൗലികാവകാശങ്ങൾ ജസ്റ്റിഫയബിൾ ആണ്, ന്യായവാദാർഹമാണ്. സുപ്രീം കോടതി പോയാൽ നമുക്ക് റെഡിയായി കിട്ടും. അടുത്തത് ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം ഭാഗം 3-ആണ്, അത് ന്യായവാദാർഹമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഭരണഘടന എന്ന് പറയുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. അതെന്താ? മറന്നുപോയോ? 3-ാം ഭാഗത്താണ്, ന്യായവാദാർഹമാണ്, 6 മൗലികാവകാശങ്ങളാണുള്ളത്. എന്നാൽ ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു? ഭരണഘടന നിലവിൽ വരുമ്പോൾ 7 മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു. ആ 7 മൗലികാവകാശങ്ങളിൽ നിന്ന് ഒരു മൗലികാവകാശം പോയി. അതേതാണ്? സ്വത്തവകാശം. ആ സ്വത്തവകാശം പോയിട്ടാണ് എത്ര മൗലികാവകാശങ്ങളായിട്ട് മാറിയത്? 6 മൗലികാവകാശങ്ങളായിട്ട് മാറിയത്. സോ ഭരണഘടനയുടെ മൗലികാവകാശങ്ങൾ ഭാഗം 3-ലാണ്. അത് ന്യായവാദാർഹമാണ്. അത് ഭരണഘടനയുടെ മൗലികാവകാശങ്ങൾ 6 ഭരണഘടന നിലവിൽ വരുമ്പോൾ 7 ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ ഭരണഘടനയിൽ എത്ര മൗലികാവകാശങ്ങളുണ്ട്? 6 ഉള്ളൂ. ആദ്യം 7 ഉണ്ടായിരുന്നു. ഏതാ പോയത്? സ്വത്തവകാശമാണ് പോയത്. സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ഭേദഗതിയൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ സ്വത്തവകാശം എന്ന് പറയുന്നത്, ആ സ്വത്തവകാശം എന്ന് പറയുന്ന മൗലികാവകാശം ഇപ്പോൾ നിയമാവകാശമാണ്. ഇതുമായിട്ട് നമുക്ക് സുപ്രീം കോടതിയിൽ പോകാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ നിയമാവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് ഹൈക്കോടതിയിൽ പോകാം. മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കേസുമായിട്ട് നമുക്ക് ഹൈക്കോടതിയിലും പോവാം. യഥാർത്ഥത്തിൽ മൗലികാവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ എഴുതണം, സുപ്രീം കോടതിക്കാണോ ഹൈക്കോടതിക്കാണോ കൂടുതൽ അധികാരം? ഹൈക്കോടതിക്കാണ് ആ തരത്തിൽ നോക്കുമ്പോൾ കൂടുതൽ അധികാരം. കാരണം ഹൈക്കോടതിക്ക് മൗലികാവകാശങ്ങളും നിയമാവകാശങ്ങളും കേൾക്കാം. എന്നാൽ സുപ്രീം കോടതിക്ക് നേരിട്ട് മൗലികാവകാശങ്ങൾ മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. ഹൈക്കോടതിക്ക് ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ വന്നാൽ വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ തള്ളാം. പക്ഷേ മൗലികാവകാശവുമായി ബന്ധപ്പെട്ട ഒരു കേസ് വന്നാൽ സുപ്രീം കോടതിക്ക് തള്ളാൻ പറ്റില്ല. അതറിഞ്ഞിരിക്കണം. അപ്പോൾ ആ തരത്തിൽ നോക്കുമ്പോൾ ഈ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ
സുപ്രീം കോടതിയേക്കാൾ കുറച്ചുകൂടി അധികാരമുള്ളത് അവിടെ ഹൈക്കോടതിക്കാണ്. മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിൽ തന്നെ പോവുള്ളൂ. അവിടെ തന്നെ റിട്ടുകൾ ഉണ്ടാവുള്ളൂ. പക്ഷെ ഹൈക്കോടതിയിൽ മൗലികാവകാശങ്ങൾക്കും നിയമാവകാശങ്ങൾക്കും വേണ്ടി നമുക്ക് പോവാം. സ്വത്തവകാശം നിയമാവകാശമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അറിയേണ്ടത്, മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് സുപ്രീം കോടതിയാണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ ആരാണെന്ന് ചോദിച്ചാൽ സുപ്രീം കോടതിയാണ്. എന്നാൽ ഇതുപോലെ ഒരു ചോദ്യം ഇടയ്ക്ക് PSCക്ക് വരും, മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷകൻ ആരാണ്? അത് മനുഷ്യാവകാശ കമ്മീഷനാണ്. രണ്ടും മാറിപ്പോകണ്ട. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നുള്ള റോളിൽ വരുമ്പോൾ മൗലികാവകാശം ആരാണ്? മൗലികാവകാശം എന്ന് പറയുന്നത് ആരാണ്? സുപ്രീം കോടതിയാണ്. എന്നാൽ അവിടെ തന്നെ നമുക്ക് പറയാം, മറ്റൊന്ന് പറയാം, അവിടെ മറ്റേ സംരക്ഷകൻ എന്നുള്ള രീതിയിൽ വരുമ്പോൾ മനുഷ്യാവകാശം എന്ന് പറയുന്നത് ആരാണ്? മനുഷ്യാവകാശം എന്ന് പറയുന്നത് മറ്റാരുമല്ല, മനുഷ്യാവകാശ കമ്മീഷനാണ്. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകുന്നു. അടുത്ത ഭാഗം നമ്മൾ എത്തുമ്പോൾ അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നമുക്കിനി പോകാം. അപ്പൊ മൗലികാവകാശങ്ങളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പക്ഷെ ഇത് നിങ്ങൾ ഈ ഭാഗത്ത് ഒന്ന് ഉറപ്പിച്ച് വെക്കണം. ഓക്കെ, അപ്പോ അത് ഭാഗമായി. ഇനി നമുക്ക് സുപ്രീം കോടതിയൊക്കെ ഉണ്ട് അല്ലെ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ ഉണ്ട് അല്ലെ. എന്താണ്? നമുക്കറിയാം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ്. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. എന്താണ് ഈ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ? ആധുനിക ജനാധിപത്യ ഗവൺമെന്റുകൾക്ക് 3 ഘടകം ഉണ്ടായിരിക്കും. ആധുനിക ജനാധിപത്യ ഗവൺമെന്റുകൾക്ക് എത്ര ഘടകം ഉണ്ടായിരിക്കും? 3 ഘടകം ഉണ്ടായിരിക്കും. അത് ഫ്രഞ്ച് വിപ്ലവത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ധാരാളമായിട്ട് വരുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിൽ ഒരു ഉദ്ധരണി ആർക്ക് പറയാൻ പറ്റും? ഒരു ഉദ്ധരണിയുണ്ട് ഇതുമായി ബന്ധപ്പെട്ടത്. അതായത് കാര്യനിർവഹണം, നിയമനിർമ്മാണം, നീതി നിർവഹണം എന്നുള്ളവ വിഭജിക്കപ്പെടണം. അത് ഒരേ ആളുകൾ ചെയ്തുകൂടാ എന്ന് പറഞ്ഞ ഒരു ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട തത്വചിന്തകനുണ്ട്. ചോദിക്കാറുണ്ട്. ആർക്കെങ്കിലും കമന്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ യൂട്യൂബിന്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. നമ്മൾ ലോക വിപ്ലവത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് പഠിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വീഡിയോ ക്ലാസ് അവിടെ കിടക്കുന്നുണ്ട്. അത് ചോദിക്കാറുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതുമാണ്. അപ്പൊ ആധുനിക ജനാധിപത്യ ഗവൺമെന്റുകളെ സംബന്ധിച്ചിടത്തോളം ആധുനിക ജനാധിപത്യ ഗവൺമെന്റുകൾക്ക് 3 ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ് ആധുനിക ജനാധിപത്യത്തിന്റെ ആ 3 നെടുന്തൂണുകൾ എന്നാണ് പറയുക. ഒന്നാമത്തെ നെടുതൂണ് നിയമനിർമ്മാണം എന്ന് പറഞ്ഞാൽ ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ പാർലമെന്റ് ആണ്. ഒന്ന് ലെജിസ്ലേച്ചർ, നിയമസഭകൾ, സംസ്ഥാന നിയമസഭകൾ ലെജിസ്ലേച്ചറിന്റെ ഭാഗമാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഈ ഭരണഘടനയിൽ പഠിക്കും ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പൊ പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്താണെന്ന് PSC ചോദിക്കാറുണ്ട്. നിയമനിർമ്മാണമാണ്. സംസ്ഥാന നിയമസഭകളുടെ പ്രധാന പ്രവൃത്തി എന്താണ്? അതും നിയമനിർമ്മാണമാണ്. അപ്പൊ നിയമനിർമ്മാണം നടത്തലാണ് പാർലമെന്റിന്റെയും ആരുടെയും ചുമതല? സംസ്ഥാന നിയമസഭകളുടെയും ചുമതല. അത് അങ്ങനെയുള്ള നിയമങ്ങൾ, ഭരണഘടന പ്രകാരമുള്ള കാര്യങ്ങൾ, അതാത് ഗവൺമെന്റുകളുടെ നയങ്ങൾ, അത് നടപ്പിലാക്കാനുള്ള വിഭാഗമാണ് എക്സിക്യൂട്ടീവ്, കാര്യനിർവഹണ വിഭാഗം. ആ കാര്യനിർവഹണ വിഭാഗത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. പരീക്ഷ PSC എഴുതിയിട്ട് കാര്യനിർവഹണ വിഭാഗം. എക്സിക്യൂട്ടീവിന്റെ ഹെഡ് എന്ന് പറയുന്നത് രാഷ്ട്രപതിയാണ്. ആ കാര്യനിർവഹണ വിഭാഗം എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ്. ഇവരാണ് ഈ നിയമത്തിനനുസരിച്ച് അതാത് കാലത്തെ സർക്കാരിന്റെ നയങ്ങൾ, ഭരണഘടന പ്രകാരമുള്ളവയൊക്കെ നടപ്പിലാക്കാൻ ബാധ്യസ്ഥരായ ഉദ്യോഗസ്ഥ വൃന്ദമടക്കമുള്ള ഭാഗത്തെയാണ് നമ്മൾ എക്സിക്യൂട്ടീവ് അഥവാ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. അതുകൂടാതെ മറ്റൊരു ഭാഗം കൂടിയുണ്ട്. മറ്റൊരു വിഭാഗം നീതിന്യായ വിഭാഗമാണ്. നീതിന്യായ വിഭാഗം എന്ന് പറഞ്ഞാൽ അതേതാ? ലെജിസ്ലേച്ചർ പഠിച്ചു, എക്സിക്യൂട്ടീവ് പഠിച്ചു, അതിനെയാണ് ജുഡീഷ്യറി എന്ന് പറയുന്നത്.
ആ ജുഡീഷ്യറി സ്വതന്ത്രമായിരിക്കണം. ഇന്ത്യയിലുള്ളത് ഒരു സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയാണ്. പണ്ട് ഇതൊക്കെ ഒരൊറ്റ ആളാണ്, രാജാവ് തന്നെയാണ് ഇതിനൊക്കെ ആള്. എക്സിക്യൂട്ടീവ് അദ്ദേഹമാണ്, നടപ്പിലാക്കേണ്ടത് ഒക്കെ മൂപ്പരാ നോക്കുക, നിയമം നിർമ്മിക്കുന്നത് മൂപ്പരാണ്, ന്യായത്തിലാണോ രാജ്യത്തെ കാര്യങ്ങൾ നടക്കണതെന്നും അതും പാലിക്കുന്നത് മൂപ്പരാ. ഇതിനെ വിഭജിച്ചാലാണ് അതെന്താവുള്ളൂ, അത് എഫക്റ്റീവ് ആവുള്ളൂ. അപ്പോഴാണ് ഒരു ജനാധിപത്യ രാജ്യത്തിൽ നീതി കൃത്യമായി കിട്ടുകയുള്ളൂ. നടപ്പിലാക്കുന്നവർ നീതിപൂർവമാണോ നടപ്പിലാക്കുന്നത് എന്നുള്ളത് നടപ്പിലാക്കുന്നവർ തന്നെ നടപ്പിലാക്കിയാലോ കാര്യം മനസ്സിലായല്ലോ. നിയമം അനുസരിച്ചിട്ടാണ് കാര്യം നടത്തേണ്ടത്, പക്ഷെ നടത്തേണ്ട ആളുകൾ വേറെ ആളുകളാണ്. ആ രണ്ട് കൂട്ടരും നടത്തുന്നത് നീതിന്യായപൂർവമാണോ എന്ന് നോക്കുന്ന വിഭാഗമാണ് എന്തെന്ന് പറയുന്നത്, ജുഡീഷ്യറി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജനാധിപത്യ ഭരണകൂടത്തിന്, ലോകത്തെ ഏതൊരു ആധുനിക ജനാധിപത്യ ഭരണകൂടത്തിനും 3 തൂണുകളുണ്ട്. ഒന്നേതാണ്, നിയമനിർമ്മാണ വിഭാഗം. മറ്റൊന്ന് കാര്യനിർവഹണ വിഭാഗം. മറ്റൊന്നേതാണ്, ജുഡീഷ്യറി. അതായത് നീതിന്യായ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നിയമനിർമ്മാണ വിഭാഗം എന്നിങ്ങനെ 3 ഘടകങ്ങളുണ്ട്. ഇന്ത്യയുടേത് ഒരു സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയാണ്. അത് എക്സിക്യൂട്ടീവിനോടോ അതുപോലെ തന്നെ നിയമനിർമ്മാണ വിഭാഗത്തിനോ അതിൻ്റെ മുകളിൽ യാതൊരു തരത്തിലുള്ള നിയന്ത്രണവുമില്ല. സഹകരണമുണ്ട്. ഇപ്പം രാഷ്ട്രപതിക്ക് വേണമെങ്കിൽ സുപ്രീം കോടതിക്ക് ഉപദേശം കൊടുക്കാം, അദ്ദേഹം ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അതായത് വരാൻ പോകുന്നതോ അല്ലെങ്കിൽ നിലവിലുള്ളതോ ആയ ഒരു പ്രശ്നത്തിൽ നിയമപരമായ ഒരു ഉപദേശം രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയിൽ നിന്ന് തേടാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ അത് എക്സിക്യൂട്ടീവിൻ്റെയോ നിയമനിർമ്മാണ വിഭാഗത്തിൻ്റെയോ നിയന്ത്രണത്തിലോ അതിനോട് അറ്റാച്ച്ഡോ അല്ല. അത് ഒരു സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയാണ് ഇന്ത്യയിലുള്ളത്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ മറ്റൊരു പ്രത്യേകതയാണ്, അതോർത്തിരിക്കുക. ചോദിക്കാറുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു പ്രത്യേകത. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് പഠിച്ചു പോകുന്നത്. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകുമ്പോഴാണ് നമുക്കതിൽ മുഴുവൻ മാർക്ക് ഉറപ്പിക്കാൻ പറ്റുക. ഇതിൽ നിന്ന് ഒരു മാർക്ക് മിസ്സാവേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്ത വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താ? അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങളുമായുള്ള താരതമ്യമാണ്. ഇന്ത്യയുടേത് ലിഖിത ഭരണഘടനയാണെന്ന് പറഞ്ഞു. ഇന്ത്യയുടേത് എന്ത് ഭരണഘടനയാണ്? ലിഖിത ഭരണഘടനയാണ്. എന്നാൽ അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങളുമുണ്ട്. ലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങളുമുണ്ട്, അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങളുമുണ്ട്. ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യ, ഏറ്റവും വലുത്. ലിഖിത ഭരണഘടനയുള്ളത് ഏറ്റവും ചെറുതും ഏറ്റവും പഴക്കമുള്ളതുമായ ഭരണഘടന അമേരിക്കയുടേതാണ്. ആധുനിക ജനാധിപത്യ വ്യവസ്ഥയിലെ ഏറ്റവും ആദ്യത്തെ ഭരണഘടന, ഏറ്റവും പഴക്കമുള്ള ഭരണഘടന, ഏറ്റവും ചെറിയ ഭരണഘടന, ഇതൊക്കെ അമേരിക്കയുടേതാണ്. എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, ലോകത്തെ ഏറ്റവും വലിയ ഭരണഘടന, വലിയ ലിഖിത ഭരണഘടന, ഇതൊക്കെ ഇന്ത്യയുടേതാണ്. ഇങ്ങനെ ലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങളാണ് ഓസ്ട്രേലിയയും ബ്രസീലും ദക്ഷിണാഫ്രിക്കയും. ഓർത്തിരിക്കുക, പാഠപുസ്തകത്തിലുള്ളതാണ്, അതുകൊണ്ട് അത് ഓർത്തിരിക്കണം. ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക. മറ്റൊന്ന് നമ്മൾ ഓർക്കേണ്ടത് അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങളാണ്. അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾ, ബ്രിട്ടൻ അലിഖിത ഭരണഘടനയാണ്, മാതൃ ജനാധിപത്യമാണ്, അല്ലെ? പാർലമെന്ററി ജനാധിപത്യത്തിന്റെ മാതാവാണ് ബ്രിട്ടൻ. ഇസ്രായേൽ, അവിടെ അലിഖിത ഭരണഘടനയാണ്. ന്യൂസിലൻഡ്, അവിടെ അലിഖിത ഭരണഘടനയാണ്. ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കണക്ട് ചെയ്യണം. ഇപ്പോൾ ന്യൂസിലൻഡിനെ നമ്മൾ എങ്ങനെയാണ് ഓർക്കേണ്ടത്? ന്യൂസിലൻഡിൽ അലിഖിത ഭരണഘടനയാണ്. കണക്ട് ചെയ്യുക. എന്താ കണക്ട് ചെയ്യാനുള്ളത്? നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. 2025 ICC കപ്പ് ആർക്കാ? ഇന്റർനാഷണൽ ക്രിക്കറ്റ് കപ്പ് ആർക്കാണ്? ഇന്ത്യക്കാണ്. അവിടെ റണ്ണറപ്പ് ആരാണെന്ന് ചോദിക്കും. അവിടുത്തെ റണ്ണറപ്പ് ന്യൂസിലൻഡാ. അവിടുത്തെ റണ്ണറപ്പ് ന്യൂസിലൻഡാണ്. ആ ന്യൂസിലൻഡിൽ അലിഖിത ഭരണഘടനയാണെന്ന് ഓർക്കണം. എന്നാൽ ICC കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്? T20 2024 നടന്ന T20 ലോകകപ്പിലും ഇന്ത്യക്കാണ് അത് വിജയി. അവിടുത്തെ റണ്ണറപ്പ് ആരാണ്? ദക്ഷിണാഫ്രിക്കയാണ്. അത് ഓർത്തിരിക്കുക. അപ്പൊ ലിഖിത ഭരണഘടനയിൽ ദക്ഷിണാഫ്രിക്ക വരുന്നു, T20 നമ്മുടെ റണ്ണറപ്പ്. അപ്പുറത്ത് ന്യൂസിലൻഡ് വരുന്നു, അതാരാണ്? ICC നമ്മുടെ റണ്ണറപ്പ്. ഇനി അവിടെ തന്നെ നോക്കിയാൽ വേറൊരു രസമുണ്ട്. ന്യൂസിലൻഡും ദക്ഷിണാഫ്രിക്കയും കൂടി നോക്കിയാൽ വുമൻസ് T20
ലോകകപ്പിലെ വിജയി ന്യൂസിലൻഡും റണ്ണറപ്പ് ദക്ഷിണാഫ്രിക്കയുമാണ്. ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ അവിടെ ലോക്കായി കിടക്കും, പോവില്ല. ഓക്കെ, ഇങ്ങനെ ക്രോസ് ആയി പഠിക്കാനുള്ള ഒരു സംവിധാനം കൂടി നിങ്ങൾ ചെയ്യണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ PSCക്ക് വ്യത്യസ്ത അധ്യാപകരായിരിക്കും. മാത്സ് മാത്രം അറിയുന്നവർ, അല്ലെങ്കിൽ മലയാളം മാത്രം അറിയുന്നവർ, ഇംഗ്ലീഷ് അറിയുന്നവർ, യെസ്, അവർ ആ സബ്ജക്റ്റ് എക്സ്പേർട്സ് ആണ്. പക്ഷെ നിങ്ങൾ അങ്ങനെ ആയാൽ പോരാ, നിങ്ങൾ ഇതിനെ മുഴുവൻ കണക്ട് ചെയ്ത് പഠിക്കുകയാണ് വേണ്ടത്. ഇപ്പൊ നമ്മൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി. ഇപ്പൊ ഇംഗ്ലീഷിൽ പോളിഗമി എന്ന് പറയും. ഇംഗ്ലീഷിൽ പോളിഗമി എന്ന് പറയുന്നത് എന്താ? ബഹുഭാര്യത്വമാണ്, അല്ലെ? മോണോഗമി എന്ന് പറഞ്ഞാൽ ഏകഭാര്യത്വമാണ്. പോളി എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ എന്നാണ് അർത്ഥം. പോളിക്ക് ഇത് മാത്സിൽ വരുമ്പോൾ പോളിഗൺ എന്ന് പറയും. പോളിഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുഭുജങ്ങളാണ്. ത്രികോണങ്ങൾ, ചതുരങ്ങൾ പോലെയുള്ള ബഹുഭുജങ്ങളെയാണ് പോളിഗൺ എന്ന് പറയുന്നത്. കെമിസ്ട്രിയിൽ അത് പോളിമർ വരും, ഐസോമർ വരും. ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ ആ പോളി, ഐസോ, മോണോ. ഇപ്പൊ ഇംഗ്ലീഷിൽ തന്നെ നമുക്ക് മോണോഗമി എന്ന് പറഞ്ഞാൽ ഒറ്റ ഭാര്യ. മോണോലോഗ്, ലോഗ് എന്ന് പറഞ്ഞാൽ ഭാഷണമാണ്, ഏക ഭാഷണം. എന്തായിരിക്കും അപ്പൊ മോണോലോഗിന്റെ അർത്ഥം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മോണോലോഗ് നാടകങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട്, സിനിമകളിൽ ഉണ്ടാവാറുണ്ട്. എന്താണ് ആ മോണോലോഗ് എന്ന് ആലോചിക്കും. വേറെ ആരോടും പറയാതെ ഒരാൾ സ്വന്തം ഭാഷണം, അതിന് മലയാളത്തിലൊരു വാക്ക് പറയും. അങ്ങനെ കണക്ട് ചെയ്താൽ നമുക്കത് പഠിക്കാൻ പറ്റും. ഇതിന് റൂട്ട് വേർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇംഗ്ലീഷിലെ വൊക്കാബുലറി പഠിക്കുന്നതെങ്കിൽ നമുക്കൊരു ക്ലാസ് പറയാം. ഇതുവരെ വന്ന എല്ലാ വൊക്കാബുലറി സാധനങ്ങളും വെച്ചിട്ട് റൂട്ട് വേർഡ് വെച്ചുകൊണ്ട് എങ്ങനെ പരമാവധി എണ്ണം കണക്ട് ചെയ്യാം. അപ്പൊ അതിലൊക്കെ വലിയ ഉദാഹരണമാണ് സൂയിസൈഡ്. CIDE എന്ന് പറഞ്ഞാൽ എന്താണ്? കിൽ എന്നാണ്. സൂയി എന്ന് പറഞ്ഞാൽ സെൽഫാണ്, അവനവനെ കൊല്ലുന്നതാണ് സൂയിസൈഡ്. അപ്പൊ ഇൻസെക്ടിസൈഡ് അത് കീടനാശിനി, ഇൻസെക്ട് കീടമാണ്. ഇൻഫന്റിസൈഡ്, ഇൻഫന്റ് തന്നെ ശിശു. ഇൻഫന്റിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോ അത് ശിശുഹത്യയാണ്. ഫാറ്റിസൈഡ്, ഫാറ്റിസൈഡിനെ ഓർക്കുമ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ വലിയ മുദ്രാവാക്യമാണ് ഫാറ്റേണിറ്റി. ഫാറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സാഹോദര്യം. അപ്പൊ ഫാറ്റിസൈഡ് എന്താണ്? ഫാറ്റി എന്ന് പറയുന്ന വാക്ക് അവിടെ സഹോദരനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഫാറ്റിസൈഡ് എന്ന് പറഞ്ഞാൽ ഭ്രാതൃഹത്യ. അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പോകാൻ പറ്റും. ഇതൊക്കെ തന്നെ റൂട്ട് വേർഡുകൾ. അപ്പൊ അങ്ങനെ പരസ്പരം കണക്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഞാൻ ഭാഗ്യമായി പറഞ്ഞു എന്ന് മാത്രം. ഭരണഘടനയുടെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട് LGS കമ്പനി ബോർഡ് വരാൻ പോകുന്നു. LGS കമ്പനി ബോർഡ് ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നു. ഇപ്പം അടുത്ത തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. എപ്പോഴും പഠിക്കുമ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷന് മുൻപ് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ ഈ വരാൻ പോകുന്ന എക്സാമിന് വേണ്ടി ക്രാഷ് ഒക്കെ ചെയ്തോളൂ, ഞാൻ കുഴപ്പമൊന്നും പറയുന്നില്ല. അതെ, ഈ എക്സാം വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഒപ്പം തന്നെ ദീർഘദൂരമുള്ള ഒരു എക്സാമിനെയും കൂടി നിങ്ങൾ ടാർഗറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ വളരെ പീസ്ഫുൾ ആയിരിക്കും. ടെൻഷൻ ഇല്ലാതെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ടെൻഷൻ ഇല്ലാതെ പഠിച്ചാൽ തന്നെ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ഓക്കെ, അപ്പം അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? അവിടെ പീസ്ഫുൾ ആയിട്ട് പഠിക്കുക. ഭരണഘടന പോലുള്ളതിനൊക്കെ ഇതുപോലെ ആഴത്തിൽ പഠിക്കണമെങ്കിൽ, ധൃതി കൂട്ടാതെ പഠിക്കണമെങ്കിൽ ഞങ്ങളുടെ ചാനലിലേക്ക് വരിക. കറണ്ട് അഫയേഴ്സിൽ 20 മാർക്കുണ്ട്. സ്ഥിരമായിട്ട് പരിശീലിക്കാൻ എല്ലാ ദിവസത്തെ കറണ്ട് അഫയേഴ്സും അതിനോട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളും കിട്ടും. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ കൊട്ടക്കണക്കിന് കറണ്ട് അഫയേഴ്സ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇന്ന് കൊട്ടക്കണക്കിനുണ്ട്. തെലങ്കാനയിൽ അപകടം നടന്നിട്ടുണ്ട്, 10 ആൾ മരിച്ചിട്ടുണ്ട്. ചോദിക്കും, മോദി നാളെ വിദേശയാത്ര നടത്താൻ പോവുകയാണ്. ചോദിക്കും, ജനുവരി 30-ന് സന്താളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? സന്താൽ ദിനമുണ്ട്. ആ സന്താൽ ദിനത്തിന് ഒരു പേരുണ്ട്. പഠിച്ചിട്ടുണ്ടോ? ചോദിക്കും. ഇതൊക്കെ എവിടുന്നാ ചോദിക്കുക? ആകാശവാണി വാർത്തകൾ നിങ്ങൾ നിരന്തരം കേട്ടാൽ മതി. ആകാശവാണി വാർത്തകൾ അതാത് ദിവസത്തെ 6:30 വൈകുന്നേരത്തെ 6:30 ആകാശവാണി വാർത്തകളെ PSCയുടെ ബേസിക് GK ഫാക്ട്സുമായി ബന്ധപ്പെടുത്തി എല്ലാ ദിവസവും രാവിലെ നിങ്ങൾക്ക് ഈ ചാനലിൽ കറണ്ട് അഫയേഴ്സ് കിട്ടും. അത് കഴിഞ്ഞാലോ അതിൻ്റെ ഡീറ്റെയിൽ നോട്ട് കിട്ടും. ആ നോട്ട് കഴിഞ്ഞാലോ ഉച്ചയ്ക്ക് 1 മണിക്ക് എക്സാം ഉണ്ട്. എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. 10 മാർക്ക് 5 ചോദ്യം, 60-70 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. പുതിയ DGP അധികാരമേറ്റു. റാവന്ത്, പഴയ DGP പോയി. അപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ പോലീസ് സേനയുടെ മുദ്രാവാക്യം ചോദിക്കും. അങ്ങനെ ദിവസവും കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്തു പോവുക. ഞാൻ പറഞ്ഞത് കമ്പനി ബോർഡ് വരാൻ പോകുന്നു. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളേവ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെടാത്ത ഭരണഘടന ശരിയാണോ? എഴുതപ്പെട്ട ഭരണഘടനയല്ലേ? ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്ന്. അതാരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഭരണഘടനാ ശില്പിയാണ്. അപ്പൊ 2 ശരിയാണ്.
അപ്പൊ രണ്ട് ഉത്തരത്തിൽ ഉണ്ടായിരിക്കണം, ഒന്ന് ഉത്തരത്തിൽ ഉണ്ടാവാൻ പാടില്ല. അത് രണ്ടും കിട്ടിയാൽ തന്നെ നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, ഒന്ന് ഉത്തരത്തിലുണ്ട്, ശരിയായ പ്രസ്താവന ഒന്ന് വരാൻ പാടില്ല, അപ്പൊ എ അല്ല. രണ്ട് വേണം, അപ്പോ ബി ആവാം സി ആവാം, എന്നാ ഡി പാടില്ല. കാരണം അപ്പൊ നോക്കൂ, രണ്ടെണ്ണം കിട്ടി, ഒന്നും മൂന്നും പറ്റില്ല, മൂന്നും നാലും പറ്റില്ല. രണ്ട് വേണം, ഒന്ന് പാടില്ല. ഇനി നോക്കുമ്പോ സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്തുന്നു. നമ്മുടെ കയ്യിലായില്ലേ രണ്ടും മൂന്നും. എവിടെയുള്ളത്? ഇവിടെ രണ്ടും നാലും ആണ്. രണ്ടും മൂന്നും എന്തായാലും ഉണ്ടാകണം. അപ്പൊ ചിലപ്പോ മൂന്നെണ്ണം നോക്കിയാൽ തന്നെ നമുക്ക് ശരി ഉത്തരത്തിലേക്ക് പോവാം. ഉറപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോൾ 6 മൗലികാവകാശങ്ങളാണ് ഭരണഘടന നിലവിൽ വരുമ്പോൾ 7ആണ്, ഇപ്പൊ 6ആണ്. പോയത് സ്വത്തവകാശമാണ്, അത് നിയമാവകാശമാണ്, മൊറാർജി ദേശായിയുടെ കാലത്താണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സമ്പൂർണമായ ഒരു ക്രോണോളജിക്കൽ സമ്മറിയിലേക്ക് നമുക്കൊന്ന് പോകാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് പോയതാണ്, പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി കാര്യങ്ങൾ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണേ. ഇപ്രാവശ്യത്തെ കഴിഞ്ഞ പ്രാവശ്യം മാറിയ 9ാം ക്ലാസ്സിലെ പാഠത്തിൽ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വിശദമായി പറയുന്നുണ്ട്. നമ്മൾ ഈ ഭരണഘടനാ ക്ലാസ്സിൽ അത് പഠിക്കും. പണ്ടത്തെ പോലെയല്ല, വിശദമായി പറയുന്നുണ്ട്. അവിടുന്ന് ചോദ്യം വരാം. 1935 മുതൽ 1950 ജനുവരി 26 വരെയുള്ള ഒരു യാത്രയാണ് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർക്കേണ്ടത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്താ അതിന്റെ പ്രത്യേകത? ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യക്ക് വേണ്ടി പാസാക്കിയ ഏറ്റവും വലിയ നിയമമാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത്. ഒട്ടനവധി വകുപ്പുകൾ അവിടെ നിന്ന് വന്നിട്ടുണ്ട്. അതുകൂടാതെ 1929 പൂർണ്ണ സ്വരാജ് പ്രമേയം വളരെ പ്രധാനമാണ്. അതിന്റെ ചരിത്രം പിന്നെ ഈ ഭരണഘടനാ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ചരിത്രവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കണം. നമ്മുടെ ഭരണഘടന ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ പൊട്ടിപ്പുറപ്പെട്ടതല്ല. മറിച്ച് എന്താണ്? അതിന് ദീർഘമായ ഒരു ചരിത്രമുണ്ട്, അതിന് പശ്ചാത്തലം ഒരുക്കുന്ന ഒരു സംവിധാനമുണ്ട്. 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിലാണ്, ഉറപ്പിച്ചു വെക്കണം, 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി ഏത് പ്രമേയം പാസാക്കുന്നത്? പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജനുവരി 26 1930 ജനുവരി 26 1ാം സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചത്. ആ ജനുവരി 26 ഓർമ്മയ്ക്ക് തന്നെയാണ് 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്ന ദിവസമായും ഇന്ത്യ ഒരു സമ്പൂർണ്ണ പരമാധികാര റിപ്പബ്ലിക് ആയിട്ട് മാറുന്നത്. റിപ്പബ്ലിക് എന്ന വാക്കിന്റെ അർത്ഥം തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു രാഷ്ട്രത്തലവൻ, ഭരണത്തലവനായ ഭരണക്രമത്തെയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. 1950 ജനുവരി 26 തൊട്ട് മുമ്പ് വരെ തെരഞ്ഞെടുക്കപ്പെട്ട ആളല്ല, ഭരണഘടന പ്രകാരമുള്ള ആളല്ല, ഗവർണർ ജനറൽ ആണ്. ആ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരി തന്നെയാണ്. പക്ഷെ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട ആളല്ല. 1950 ജനുവരി 26 ആകുമ്പോൾ അത് രാഷ്ട്രപതിയാകുന്നു. അത് ഭരണഘടന പ്രകാരമാണ്, തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. അതോടുകൂടി ഇന്ത്യക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണത്തലവൻ വരുന്നു. അതിനെയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ആ ജനുവരി 26 തെരഞ്ഞെടുക്കുന്നത് 1929 ലാഹോറിലെ കോൺഗ്രസ് സമ്മേളനം ഡിസംബർ 31 അർദ്ധരാത്രി നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ പാസ്സായ പൂർണ്ണ സ്വരാജ്, അതിനെ തുടർന്ന് 1930 ജനുവരി 26 1ാം സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം നടത്താനും തീരുമാനിക്കുന്നത്. ഇതൊക്കെ കണക്ട് ചെയ്ത് ഓർത്തു വെക്കണം. 1929 ജനുവരി 30 ഈ അടുത്ത് വരും. അടുത്തൊന്നും ചോദിച്ചിട്ടില്ല, ചോദിക്കേണ്ട, വളരെയധികം റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത പരീക്ഷയിൽ നിങ്ങൾക്കൊന്ന് കണ്ടുമുട്ടാം, ഓർത്തു വെച്ചോളൂ, അത് മറക്കരുത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാനത് നിങ്ങളെ അത്രമാത്രം ഓർപ്പിക്കുന്നത്. ഭരണഘടനയുമായിട്ടുള്ള അതിന്റെ ബന്ധം നമുക്ക് നോക്കാം. 1929 ലാഹോർ, ജവഹർലാൽ നെഹ്റു അധ്യക്ഷൻ. ആരാ അധ്യക്ഷൻ? ജവഹർലാൽ നെഹ്റുവാണ് അധ്യക്ഷൻ. ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റുവാണ് അധ്യക്ഷൻ. മറ്റെന്താ വളരെ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ ഓർക്കേണ്ടത്? അതിനെ തുടർന്നാണ് 1930
ജനുവരി 26 ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിക്കുന്നത്? ആ ജനുവരി 26 ബന്ധമാണ് 1950 ആ ജനുവരി 26 വന്നത്. അതുമാത്രമല്ല, മറ്റൊരു പ്രത്യേകത, കോൺഗ്രസിന്റെ പൂർണ്ണ സ്വരാജ് പ്രമേയം കൂടി അവിടെ ഓർക്കണം. കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പാസ്സാക്കുന്നത് അതാണ്. അതിനെ തുടർന്നാണ് എന്ത് വരുന്നത്? നിയമലംഘന പ്രസ്ഥാനം ഗാന്ധിയുടെ നേതൃത്വത്തിൽ 1930 വരുന്നത്. ആ നിയമലംഘനത്തിന്റെ ഭാഗമായിട്ടാണ് ഉപ്പു നിയമം നിഷേധിക്കുന്നതിന് വേണ്ടി ഗാന്ധി ദണ്ഡി കടപ്പുറത്തേക്ക് സബർമതി ആശ്രമത്തിൽ നിന്ന് യാത്ര ചെയ്യുന്നത്. ഉപ്പു സത്യാഗ്രഹം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, 1930 ജനുവരി 26 1ാം സ്വാതന്ത്ര്യ ദിനം ഓർത്തിരിക്കുക. ഭരണഘടനയുമായി ബന്ധമുണ്ട്. ഭരണഘടന നിലവിൽ വന്ന 1950 ജനുവരി 26 ആ ദിവസവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നത്. 1930 1ാം സ്വാതന്ത്ര്യ ദിനം. 1946 ക്യാബിനറ്റ് മിഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. 1946 ക്യാബിനറ്റ് മിഷനാണ് ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് രൂപം നൽകുന്നത്. ഭരണഘടനാ നിർമ്മാണ സമിതി ഉണ്ടാവുന്നത് ക്യാബിനറ്റ് മിഷന്റെ തീരുമാനപ്രകാരമാണ്. ആ ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത് 1946 മാർച്ച് 23 കറാച്ചിയിൽ വന്നിറങ്ങുന്നു. മാർച്ച് 31 അത് ഡൽഹിയിലെത്തുന്നു. ആ ഡേറ്റ് ഓർക്കണം. 1946 മാർച്ച് മാസത്തിലാണ്. അത് ആദ്യം കറാച്ചിയിലാണ്, പിന്നീട് ഡൽഹിയിലെത്തുന്നു. അതിന്റെ ചെയർമാൻ പൃഥ്വിക് ലോറൻസ് ആണ്. ആ ക്യാബിനറ്റ് മിഷന്റെ തീരുമാനപ്രകാരമാണ് ഇന്ത്യക്ക് ഭരണഘടനാ നിർമ്മാണ സഭ ഉണ്ടാകുന്നത്. അത് ഓർത്തിരിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 1946 അങ്ങനെ ക്യാബിനറ്റ് മിഷൻ മാർച്ച് മാസത്തിലെത്തുന്നു. 1946 നവംബർ മാസം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായി. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായതിനു ശേഷം ഡിസംബർ 9 അതിന്റെ ആദ്യ സമ്മേളനം. ഡിസംബർ 9 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക്. ഡിസംബർ 9 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക്. 2 ഡേറ്റുകൾ ഓർക്കുക. മുന്നേ PSC ചോദിച്ചിട്ടുണ്ട്. ഡിസംബർ 9 1946 തിങ്കളാഴ്ചയാണ്, രാവിലെ 11 മണിക്കാണ് അതിന്റെ ആദ്യ സമ്മേളനം ചേരുന്നത്. അതുപോലെ തന്നെ 1947 ആഗസ്റ്റ് 15 വെള്ളിയാഴ്ചയാണെന്നും കൂടി ഓർത്തിരിക്കണം. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം അതെന്താ ആഴ്ച നമ്മൾ അറിഞ്ഞിരിക്കട്ടെ. PSC ചോദിച്ചാൽ മാത്രം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണല്ലോ, അല്ലല്ലോ. അപ്പോ ഡിസംബർ 9 ആദ്യ സമ്മേളനം. ഡിസംബർ 9 രാവിലെ 11 മണിക്കാണ് ആദ്യ സമ്മേളനം. അതിൽ താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ കഴിഞ്ഞ ക്ലാസ്സിലുണ്ട്, അതുകൊണ്ട് ഞാൻ സ്പീഡിൽ റിവിഷനാണ്. ആ ഡിസംബർ 9 11 എങ്ങോട്ട് പിടിച്ചാൽ ഡിസംബർ 11 സ്ഥിരം അധ്യക്ഷൻ. 2 ദിവസത്തെ വ്യത്യാസം. 2 ദിവസം കൂടി കൂട്ടിയാൽ ഡിസംബർ 13 ലക്ഷ്യപ്രമേയം. ആ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? ആമുഖമായിട്ട് മാറുന്നത്. അപ്പോ ഡിസംബർ 9 11 13 ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് വരുന്നത് 1947 സ്വാതന്ത്ര്യവും ഡ്രാഫ്റ്റിംഗുമാണ്. 1947 ജനുവരി 12 ലക്ഷ്യപ്രമേയം, ജനുവരി 22 ലക്ഷ്യപ്രമേയം പാസ്സായി. ലക്ഷ്യപ്രമേയം പാസ്സായത് ജനുവരി 22 ഓർത്തിരിക്കണം. ജനുവരി 22 ലക്ഷ്യപ്രമേയം പാസ്സാവുന്നത്. ഓർക്കുക, ഡിസംബർ 13 ലക്ഷ്യപ്രമേയം, ജനുവരി 22 ലക്ഷ്യപ്രമേയം പാസ്സാവുന്നു. 2 ദിനവും ഓർക്കണം. എന്നാണ് ലക്ഷ്യപ്രമേയം? ലക്ഷ്യപ്രമേയം എന്ന് പറയുന്നത് 13-ാം തീയതി അല്ലെ? 13 9 11 13. എങ്ങനെ ഓർക്കും 22-നെ? ആദ്യത്തെ യോഗം ചേർന്നത് 9-ാം തീയതിയാണ്. ആ 13-നോട് 9 കൂട്ടിയാൽ ഡിസംബർ 22 ഒരൊറ്റ മാസം മാറിയാൽ ജനുവരി 22 ലക്ഷ്യപ്രമേയം പാസ്. ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം. ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം ഓർക്കുമ്പോൾ തന്നെ ആഗസ്റ്റ് 14 നിങ്ങൾ ഓർക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആഗസ്റ്റ് 14 ഭരണഘടനാ നിർമ്മാണ സഭ നിയമനിർമ്മാണ സഭയായി മാറി. ആഗസ്റ്റ് 14 അർദ്ധരാത്രി ഭരണഘടനാ നിർമ്മാണ സഭ നിയമനിർമ്മാണ സഭയായി മാറി. ആഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ആഗസ്റ്റ് 29 ആദ്യത്തെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി യോഗം. ഓർത്തിരിക്കണം. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ കണക്ട് ചെയ്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ഓർത്താൽ മതി. നവംബർ 17 നിയമസഭയായിട്ട് മാറുകയല്ല കേട്ടോ. അത് ആഗസ്റ്റ് 14 തന്നെയാണ്. നവംബർ 17
അവിടെ വേറെ പ്രത്യേകത ഉണ്ട്, ഞാൻ പിന്നീട് പറയാം. യോഗങ്ങളൊക്കെ ചേരുന്നുണ്ട്. ഇനി ഡ്രാഫ്റ്റ് തയ്യാറാക്കലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർക്കേണ്ടത് അത് 1948 ആദ്യത്തെ ഡ്രാഫ്റ്റ് ഫെബ്രുവരിയിൽ, രണ്ടാമത്തെ ഡ്രാഫ്റ്റ് ഒക്ടോബറിൽ. ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിച്ച ആദ്യ ഡ്രാഫ്റ്റ് പത്രങ്ങൾക്ക് പ്രസിദ്ധീകരണത്തിന് കൊടുത്തു, പത്രങ്ങളിലൊക്കെ പ്രസിദ്ധീകരിച്ചു. പിന്നെ പൊതുജനങ്ങളുടെ അഭിപ്രായ പ്രകാരം അതെന്ത് ചെയ്തു, ആ ഒക്ടോബറിലെ രണ്ടാം ഡ്രാഫ്റ്റ് വായിച്ചു. ഒക്ടോബറിൽ നവംബർ 4 അതിന്റെ ആദ്യത്തെ റീഡിംഗ് നടന്നു. നിങ്ങൾ ഓർക്കേണ്ടത് നവംബർ 4 അതിന്റെ ആദ്യത്തെ റീഡിംഗ് നടക്കുന്നു, പൊതുജനാഭിപ്രായ ശേഖരണം നടക്കുന്നു. 1949 ഇതിന്റെ അംഗീകാര വർഷമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നവംബർ 14 അവിടെ എന്താണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, എന്താണ്, തേർഡ് റീഡിംഗ് 14 മുതൽ 26 വരെ നടക്കുന്നു. നവംബർ 26 ഭരണഘടന അംഗീകരിക്കപ്പെടുന്നു. ഭരണഘടനാ ദിനം നവംബർ 26. കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയി പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, ക്ലാസ് ഒന്ന് കണ്ടാൽ മതി. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിക്കുന്നത്. നിലവിൽ വന്നിട്ടില്ല. അടുത്ത വർഷം 1950 ഒരു മാസം കഴിഞ്ഞ് ജനുവരി 26 2 മാസം കഴിഞ്ഞിട്ടാണ് അത് അംഗീകരിക്കുന്നത്. ഇപ്പൊ 49 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിക്കുന്നത്. ആ നവംബർ 26 നിയമദിനമായിട്ടാണ് ആഘോഷിക്കുന്നത്. 1950 ജനുവരി 24 അവസാനത്തെ സമ്മേളനം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാനത്തെ സമ്മേളനം ജനുവരി 24. ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നു. അത് റിപ്പബ്ലിക് ഡേ, ഇന്ത്യ റിപ്പബ്ലിക്കായി, റിപ്പബ്ലിക് ദിനം. അപ്പോ ഇനി നേതൃത്വത്തിലേക്ക് നോക്കുകയാണെങ്കിൽ സച്ചിദാനന്ദ സിൻഹ താൽക്കാലിക അധ്യക്ഷൻ, അത് 1946 ഡിസംബർ 9. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്ഥിരം അധ്യക്ഷൻ, അത് 1946 ഡിസംബർ 11. ഇതിന്റെ ഉപാധ്യക്ഷൻ 1946 ഡിസംബർ 11 അതിന്റെ ഉപാധ്യക്ഷന്മാരെ കൂടി തെരഞ്ഞെടുക്കുന്നുണ്ട്. ഒന്ന് HC മുഖർജി, മറ്റൊന്ന് VT കൃഷ്ണമാചാരി. മറ്റൊന്ന് നിങ്ങൾ ഓർക്കേണ്ടത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി ആരാണ്, HR അയ്യങ്കാർ. അതുപോലെ തന്നെ ഡ്രാഫ്റ്റിംഗ് ടീം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് ടീമിൽ ഡോക്ടർ BR അംബേദ്കർ ഉണ്ട്, SN മുഖർജി ഉണ്ട്, BN റാവു ഉണ്ട്, KM മുൻഷി ഉണ്ട്, TT കൃഷ്ണമാചാരി ഉണ്ട്. അങ്ങനെ 7 ആളുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ആ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ആമുഖമായിട്ട് മാറിയത്. JB കൃപലാനി പറഞ്ഞിട്ടില്ല, ശ്രദ്ധിക്കണം. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്യുന്നത് JB കൃപലാനിയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നതും JB കൃപലാനിയാണ്. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷമുള്ള ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് പട്ടാഭി സീതാരാമയ്യയാണ്. പട്ടാഭി സീതാരാമയ്യ തന്നെയാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നും അറിയപ്പെടുന്നത്. ഓർത്തിരിക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഉണ്ടായിരുന്നത് കോൺഗ്രസിനാണ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന JB കൃപലാനി തന്നെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്യുന്നത്. പെത്തിക് ലോറൻസ് ആണ് ക്യാബിനറ്റ് മിഷൻ ചെയർമാൻ. സർ സാമുവൽ ഹോയർ ആണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ശില്പി. 2020 മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഓർത്തു വെക്കുക. ഒരു മാർക്ക് ഒന്നും പോകരുത്, കുറച്ചേ പഠിക്കാറുള്ളൂ. അതാളെ പറഞ്ഞില്ല, സർ സാമുവൽ ഹോയർ 1935 ആക്ടിന്റെ ശില്പിയാണ്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ളവ. കലാപരമായ സംഭാവനകൾ ടെക്സ്റ്റ് ബുക്കിൽ വിശദമായിട്ടുണ്ട്. പ്രേം ബിഹാരി നരൈൻ റെയ്സദ, പ്രേം ബിഹാരി നയരൈൻ റെയ്സദ ഈ ഭരണഘടനയുടെ ഇംഗ്ലീഷ് കൈയെഴുത്ത്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? പ്രേം ബിഹാരി നരൈൻ റെയ്സദ. ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യക്കാർ എഴുതിയ ഒരു പ്രേമലേഖനമായിട്ടെന്ന് കൂട്ടു. നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ, നമ്മളെ സ്നേഹിക്കാൻ, നമ്മളെ കരുതാനാണ് ഈ ഭരണഘടന. അപ്പൊ ഇംഗ്ലീഷിലാണ് ആ കത്തെന്ന് കൂട്ടു. അപ്പൊ അതാരാണ്? പ്രേമുണ്ട്, ബിഹാരിയാണ്, നരൈൻ ഒരു മനുഷ്യനാണ്. അപ്പൊ അത്ര വെച്ചാൽ മതി. പ്രേമും നരൈനെയും ഓർത്ത് വെച്ചാൽ മതി. പ്രേം ബിഹാരി നരൈൻ റെയ്സദ ഇംഗ്ലീഷ് കയ്യെഴുത്ത്. ഹിന്ദി കയ്യെഴുത്താരാ? വസന്ത് കൃഷ്ണ വൈദ്യ. വസന്തകാലം എവിടത്തെ കാലമാണ്? ഇന്ത്യയുടെ കാലമാണ്.
വൈദ്യന്മാരാരുടേതാണ്? ഇന്ത്യയുടെ പാരമ്പര്യമാണ്. കൃഷ്ണൻ ആരാണ്? ഇന്ത്യയിലെ ഒരു ദൈവമാണ്. അതിന്റെ ഹിന്ദി കയ്യെഴുത്ത് നടത്തിയത് വസന്ത് കൃഷ്ണ വൈദ്യ. ആരാ ഇതിന്റെ കവർ ഡിസൈൻ ചെയ്തത്? നന്ദലാൽ ബോസ്. ഇതിന്റെ കവർ ഡിസൈൻ ചെയ്തത് ആരാണ്? നന്ദലാൽ ബോസ്. ബാക്കി എല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഹായ് ഫ്രണ്ട്സ്, ഇതൊക്കെ തന്നെ നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞതും ഈ ക്ലാസ്സിൽ ആവർത്തിച്ചതുമാണ്. സോ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഭരണഘടനയുടെ ഭാഗം പഠിക്കുക. അപ്പോൾ ഈ ക്ലാസ് മുഴുവൻ കണ്ടവർ കണ്ടതിന്റെ അഭിപ്രായമൊക്കെ പറയുക. അവസാനം വരെ കണ്ടവരൊന്ന് കമന്റ് ചെയ്താൽ നന്നായിരുന്നു. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.